പാസ്റ്ററെ, ഞാന് ഇത് പറയുമ്പോൾ പാസ്റ്റർക്ക് ഒരു വിഷമം തോന്നരുത്. അതായത് ഓർത്തഡോക്സ് സഭയോ അല്ലെങ്കിൽ യാക്കോബ സഭയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ രാജപ്രൗഢിയുമായി വെച്ച് നോക്കുമ്പോൾ ആന ആടും പോലുള്ള വ്യത്യാസം എനിക്ക് തോന്നുക. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ മറ്റുള്ള പെന്തക്കോസ്തുകാരും പിന്നെ പോട്ടെ, നമ്മൾ ആ വിഷയത്തെ ടച്ച് ചെയ്യുന്നില്ല. അപ്പം ഈ ആന ആടും പോലെയുള്ള ഒരു രാജകീയ പ്രൗഢിയുടെ വ്യത്യാസമുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്തുന്ന ആ ഘടകം എന്ന് പറയുന്നത് അവരുടെ ആ പ്രൗഢിയും രാജകീയതയും, അല്ലെങ്കിൽ അവരുടെ ആ പള്ളിയും അവരുടെ ആ പിന്നെ അതുപോലെയുള്ള അലങ്കാരങ്ങളും, ഇതെല്ലാം നമ്മളെ ശരിക്കും പറഞ്ഞ ലോകത്തിൽ ഇത്രയും ആർഭാടമായി അലങ്കാരപരമായി ജീവിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമില്ല. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? ചില രാജ്യങ്ങളിലൊക്കെ കത്തോലിക്കര് മാത്രമേ ഉള്ളൂ. അല്ലല്ല, അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിനെയൊന്നും എതിർക്കുന്നൊന്നുമില്ല. കാരണം അത് അവരുടെ സഭയുടെ ആ വലിപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ഉള്ളു അവിടെ. അല്ലാതെ അവര് പ്രത്യേകിച്ച് ഇപ്പം ഈ പോപ്പ് തന്നെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു സുഖിമാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ച പോപ്പുമാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അവര് വളരെ ലളിതമായി, ഇപ്പൊ ഇദ്ദേഹം തന്നെ ഒരു വളരെ വില കുറഞ്ഞൊരു കാറല്ല, ഫോർഡിന്റെ ഒരു ഫിയസ്റ്റ പോലത്തെ ഒരു വണ്ടിയിലൊക്കെയാ സഞ്ചരിച്ചത്. നമ്മുടെ നാട്ടിലെ പാസ്റ്റർമാർ വരെ ബെൻസിലും BMW ഒക്കെ സഞ്ചരിക്കുമ്പം ഈ പോപ്പ് ഫ്രാൻസിസ് ഫോർഡിന്റെ ഒരു കുഞ്ഞൻ കാറല്ല സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു ബെഞ്ചും ഒരു കട്ടിലും ഒരു മേശയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഒരു മുറിയിൽ. അങ്ങനെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ചു. അല്ലാതെ ആഡംബരമൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ കത്തോലിക്ക സഭയ്ക്ക് അത്രയും വലിയ സ്വത്തും അങ്ങനെ ഒരു ആസ്ഥാനമൊക്കെ ഉണ്ട്. അത് നല്ലതല്ലേ? അതുകൊണ്ടല്ലേ ആളുകൾ അതിനെ ഗൗനിക്കുന്നത്.